Hi dears, welcome back to Arcanex. So മക്കളെ നിങ്ങൾ കാത്തിരുന്ന ഹയർ സെക്കൻഡറി ഓണം എക്സാം ടൈം ടേബിൾ വന്നിരിക്കുകയാണ് അല്ലേ? അതെ, അതായത് നമ്മൾ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ല മിസ് ടൈം ടേബിൾ വന്നില്ലല്ലോ. എനിക്കൊരു ടൈം ടേബിൾ വന്നാലേ പഠിച്ചു തുടങ്ങാനായിട്ട് ഇവർക്കൊരു ഒരു ടെൻഡൻസി വരത്തുള്ളൂ. സോ വളരെ ടഫ് ആയിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. ഒരു ദിവസം തന്നെ 2 എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ബയോ സയൻസുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അല്ലേ? മാത്സും ബയോളജിയും രണ്ടും അടുപ്പിച്ച് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ടൈം ടേബിളിലേക്ക് പോകാം. ആദ്യത്തെ എക്സാം 18-ാം തീയതി, നമ്മൾ പറഞ്ഞ പോലെ 18-ന് എക്സാം തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മൺഡേ തുടങ്ങുന്നത്. ആദ്യത്തെ സബ്ജക്ട് ഏതാണ് മിസ്? അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്തായാലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളോ ഹിന്ദിയോ ഉറുദുവോ നിങ്ങൾ ഏതാണ് എടുത്തിരിക്കുന്നത്? അതാണ് അറബിക്. യെസ്, 19 തൊട്ടടുത്ത ദിവസം. അപ്പൊ ചൊവ്വാഴ്ച തൊട്ടടുത്ത ദിവസം ഇതുപോലെ രാവിലെ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാം എഴുതും. 19-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾ മാത്സ് പരീക്ഷ. അതായത് 18-ാം തീയതി എക്സാം കഴിഞ്ഞ് ഒരൊറ്റ നൈറ്റ് ആണ് നിങ്ങൾക്ക് വീട്ടിലെത്തി പഠിക്കാനായിട്ട് കിട്ടുന്നത്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഇംഗ്ലീഷും പഠിച്ചെടുക്കണം, മാത്സും പഠിച്ചെടുക്കണം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് വന്നല്ലോ മിസ്, അപ്പൊ ഇവരെന്താ വിചാരിക്കുന്ന വെച്ചാൽ ആദ്യം ഇംഗ്ലീഷ് ആണ്, അതിന്റെ കൂടെ എല്ലാം മാത്സ്, കുഴപ്പമില്ല ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു വിടാം. പക്ഷേ A+ നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല 19-ന് 2 എക്സാം എഴുതി തൊട്ടടുത്ത ദിവസം 20-ാം തീയതി വെനസ്ഡേ ആഫ്റ്റർനൂൺ ബയോളജി എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട്. അവിടെയും ഒരു രാത്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം മറക്കാം. ആ ഒരു രാത്രി തൊട്ട് മുന്നത്തെ ദിവസം നമുക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 2 എക്സാം എഴുതി തളർന്നു വരുന്ന കുട്ടികളാണ്. ദെൻ 21-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്സ് കഴിഞ്ഞിട്ട് ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അല്ലെ? അതെ, അതായത് 20-ാം തീയതി അവർക്ക് ഗ്യാപ്പ് കിട്ടി. അപ്പൊ ബയോളജിക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ സ്ട്രെസ് അടിച്ചിട്ട്, പക്ഷെ ബയോളജി എക്സാം കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഗ്യാപ്പ് ഉണ്ട്. അതായത് 21-ാം തീയതി വ്യാഴാഴ്ച ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഫിസിക്സിന്റെ എക്സാം. അപ്പൊ 22-നാണ് ഫിസിക്സിന്റെ എക്സാം വരുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഫിസിക്സ് വരികയാണ്. ബയോ സയൻസുകാർക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കെമിസ്ട്രി പഠിക്കാൻ 4 ദിവസമാണ് നിങ്ങൾക്ക് കിട്ടുക. 22 ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ 27 വെനസ്ഡേ ആണ് കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ നടക്കുക. അപ്പൊ മിസ്സിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഇവിടെ മാത്സ് എടുക്കുന്നവർക്കും അതുപോലെ ബയോളജി എടുക്കുന്നവർക്കും ഭയങ്കര വിഷമമാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ബട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ടൈം ടേബിൾ പറഞ്ഞാലോ? 18-ന് മൺഡേ ആഫ്റ്റർനൂൺ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ട്യൂസ്ഡേ ഫോർനൂൺ ഇംഗ്ലീഷും ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ മാത്തമാറ്റിക്സും. 20-ാം തീയതി ബയോളജി, 21-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്, 22-ന് ഫിസിക്സ്, 27-ന് കെമിസ്ട്രി. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. മിസ് അതൊരു മുട്ടൻ പണിയാണോ ശരിക്കും ഈ ഒരു എക്സാം? അതെ, ചെറിയ രീതിയിലൊരു പണിയാണ്. പക്ഷെ കുഴപ്പമില്ല, പഠിച്ചു തുടങ്ങുക. അതേപോലെ +1 കാരോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇതേ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനാണ് സാധ്യത. സ്കൂൾ വൈസ് ഒരു എക്സാം എന്തായാലും എക്സ്പെക്ട് ചെയ്യണം അല്ലെ? അതെ, എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ മക്കളെ നോക്കിക്കാൻ മടിയന്മാരും ഇപ്പൊ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് സമയമില്ല, പഠിച്ചു തുടങ്ങാൻ സമയമായി. അതായത് പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ ഈ ഒരു ടൈം ടേബിൾ കണ്ടിട്ടെങ്കിലും ടെൻഷൻ അടിച്ച് പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ഒരുപാട് കോണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും അല്ലെ? നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.